പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. പർപ്പിൾ മീഡിയ കൊട്ടിയം BSNL ഓഫീസ് മുൻവശമാണ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തുന്നു. പാചക ദൗർബല്യം പരിഹരിക്കുക, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, അന്യായമായ വിലവർധന പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ആഭിമുഖ്യത്തിൽ BSNL ഓഫീസ് ധർണ ആരംഭിക്കാൻ പോകുന്നു. ഈ ധർണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൊട്ടിയം ഏരിയ സെക്രട്ടറി S. ഫത്തഖുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സാഹചര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി രൂപപ്പെടുന്നു. ആ അർത്ഥത്തിൽ സാമ്രാജ്യത്വം ലോകത്ത് വലിയ അപകടമുണ്ടാക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മലയാളികൾ ജീവിക്കുന്ന നാടെന്നർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആ മലയാളികളടക്കം പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരുടെ പ്രാചീന ശിലായുഗ കാലത്തെ ചില ന്യായങ്ങളുമായി ഇപ്പോഴും പുറപ്പെടുന്നു. കേരളത്തിൽ നിന്ന് പെട്രോളിയത്തിൻ്റെ തന്നെ ഒരു സഹമന്ത്രിയുണ്ട്. ആ സഹമന്ത്രി കേരളത്തിൻ്റെ തെരുവുകളെല്ലാം പോയി ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും കേരളത്തിൽ മാമുനിമാരൊക്കെ ജീവിച്ചതുപോലെ മലയാളികൾ ജീവിച്ചു പഠിക്കണമെന്ന് പറയുന്ന വിവരദോഷിയായി മാറുന്നു. നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ എത്ര അപകടകരമായി മാറുന്നു മനസ്സിലാക്കാൻ ഇത്തരം സമരങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഓക്കെ. ഹോട്ടലുകൾ കൂട്ടുന്നു, അന്നങ്ങൾ മുടങ്ങുന്നു, വീട്ടിലടുക്കള കൂട്ടുന്നു, ഗ്യാസ് എവിടെ, ഗ്യാസ് എവിടെ, കേരള വ്യാപാര വ്യവസായ സമിതി സിന്ദാബാദ്, കേരള വ്യാപാര വ്യവസായ സമിതി സിന്ദാബാദ്, ഗ്യാസ് എവിടെ, ഗ്യാസ് എവിടെ, ഗ്യാസ് എവിടെ, ഗ്യാസ് എവിടെ, ഹോട്ടലുകൾ കൂട്ടുന്നു, അന്നമെവിടെ, അന്നമെവിടെ, വീട്ടിലടുക്കള കൂട്ടുന്നു, പറയൂ പറയൂ. കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി BSNL ധർണ ബിജു സൂര്യ അധ്യക്ഷത വഹിക്കുന്നു. CPM കൊട്ടിയം ഏരിയ സെക്രട്ടറി ഫത്തഖുദ്ദീൻ, CPM കൊട്ടിയം LC സെക്രട്ടറി ബൈജു, കൊട്ടിയം പ്രസാദ്, നൂറുദ്ദീൻ എന്നിവർ ഈ ധർണാ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. വ്യാപാരം നടത്താൻ വേണ്ടിയിട്ടുള്ള പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസിൻ്റെ ദൗർബല്യം മാറ്റിയെടുക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധർണയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സംഘടനയുടെ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ രക്ഷാധികാരി ആകാശ് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട രാജ്യത്ത് ഗുരുതരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിയം ക്ഷാമത്തിൻ്റെയും പാചകവാതക ക്ഷാമത്തിനുമെതിരായി കേന്ദ്ര ഗവൺമെൻറ് ധർണകൾ സംഘടിപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധ സമരത്തിലേക്ക് നടന്നു. ഇത്തരത്തിൽ രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമാകാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ലോകത്തെമ്പാടും ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന നിലയാണ് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേൽ ഭീകരതയും ഏകപക്ഷീയമായി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കവർന്നെടുത്തുകൊണ്ട് ആ രാജ്യത്തേക്ക് അക്രമം അടിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായി ഏഷ്യയിലാകമാനം പശ്ചിമേഷ്യയിലാകമാനം ഉണ്ടായിരിക്കുന്ന യുദ്ധഭീകരതയും എല്ലാം രാജ്യത്തെ പെട്രോളിയം സാധനങ്ങളുടെയും പാചകവാതകത്തിൻ്റെയും വിതരണ ശൃംഖലയാകാൻ ബാധിച്ചിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാഖിൻ്റെ ഉപയോഗവും അക്രമവും, അതുപോലെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ പാലസ്തീൻ വളർത്തിയെടുത്ത ലോകത്തെല്ലായിടത്തും അമേരിക്ക അതിൻ്റെ ആയുധ സംവിധാനം വിഘടിക്കാൻ കഴിയാതെ രാജ്യത്ത് സാമ്പത്തിക ഞെരുക്കം നേരിടുമ്പോൾ ആ സാമ്രാജ്യത്വവും ലോക വിവിധ രാഷ്ട്രങ്ങളുമായി ചേർന്നുകൊണ്ട് ലോകത്തെ എവിടെയെല്ലാം രാഷ്ട്രങ്ങളെ ആക്രമിച്ചു
അമേരിക്കയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഇത്തരത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ രാജ്യം വലിയ ഒരു പരമാധികാര രാജ്യമാണ്. സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ രാജ്യത്തിന് പുറത്തുള്ള ശക്തികൾ ഇടപെടുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അടക്കം നിയമ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തിട്ടും പരിശോധിച്ചിട്ടും വേണം ഇടപെടേണ്ടത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അമേരിക്ക